ആയിരിക്കട്ടെ ഇതെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും കൂടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പരിചയപ്പെടുത്തി. എന്റെ പേര് ജിനു തോമസ്, സ്ഥലം തൃശ്ശൂർ ജില്ല മാളയാണ് സ്ഥലം. ഞാൻ വെൽനസ് ഇൻഡസ്ട്രി ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ മൈൻഡ് പവർ ട്രെയിനിങ് പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ തുടങ്ങിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംഭവിക്കാനുള്ള ഒരു അവസരം എന്ന് ഞാൻ പറഞ്ഞു ഓൾറെഡി. നിങ്ങൾ എല്ലാവരും ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു തമ്പ് തരാമോ? നമ്മളെല്ലാവരും പല കാര്യങ്ങളുമായിട്ട് എല്ലായിടത്തും ഓടി നടന്നിരുന്ന ആൾക്കാരാണല്ലേ. പെടുന്നനെ ഒരു 7:45 8 മണിയായ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി. അപ്പൊ നമ്മളുടെ ഏതൊരു കാര്യവും വിജയിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും എന്താവണം? പൂർണ്ണമായിട്ടും ആ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് ഒരു പൂർണ്ണ വിജയം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. ആ സമയം നിങ്ങൾക്കും എനിക്കും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. വ്യക്തമായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആൻസർ എടുക്കാം. ജസ്റ്റ് ഒരു മൗന പ്രാർത്ഥനയോട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലേ, നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടു കൂടി ജീവിക്കണം. ആണോ? അങ്ങനെയാണോ? ആരോഗ്യത്തോടെ ജീവിക്കണം ആഗ്രഹമുള്ളവരാണോ അതിനകത്ത് അല്ലെ? എന്ത് ചോദ്യം അല്ലെ? അല്ലെ, ആരോഗ്യം ആഗ്രഹം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മളാരും ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവിടെ നമ്മൾ ഒന്നിച്ചു കൂടാനൊരു സാധ്യതയില്ല. അപ്പൊ നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയാം. ആരോഗ്യത്തോടെ ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് പറയാം. ഹാപ്പി ആയിരിക്കുന്നതിന്റെ സിമ്പൽ ഇങ്ങനെയാണോ? ഞാൻ നിങ്ങളും തമ്മിൽ പാകിസ്ഥാൻ ഇന്ത്യ യുദ്ധത്തിനെ കുറിച്ചിട്ടുള്ള ചർച്ചയൊന്നുമല്ലല്ലോ നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനത്തെ മനോഭാവത്തിൽ ഇരിക്കരുത്. കാരണം നമ്മളുടെ ചർച്ച എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചാനൽ ചർച്ചയല്ല. എന്നെ കൊണ്ട് നിങ്ങൾക്കും നിങ്ങളെ കൊണ്ട് എനിക്കും എല്ലാ ദിവസവും എപ്പോഴും പ്രയോജനങ്ങളുള്ളതാണ്. അതാണ് നമ്മളുടെ ഒരു മനോഭാവമായിരിക്കേണ്ടത്. ഒരിക്കലും ഞാൻ നിങ്ങളുടെ ശത്രുവല്ല, നിങ്ങൾ എന്റെ ശത്രുവല്ല എന്നുള്ളൊരു മനോഭാവത്തിൽ വേണം ഇരിക്കാൻ. എന്നൊന്ന് നന്നായിട്ടൊന്ന് ചിരിച്ച് നോക്കട്ടെ, ചിരിയൊക്കെ എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇല്ലാത്തവർക്ക് ഞാൻ പ്രൊഡക്റ്റ് പറഞ്ഞുതരാം. ചിരി വരാത്തവർക്ക് അതിനുള്ള സംഭവങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ആ പ്രൊഡക്റ്റുകൾ കഴിച്ചു കഴിഞ്ഞാൽ ചിരി വരും. ഓക്കെ, ചിരിക്കും തോറും ആയുസ് കൂടുന്നു കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് പുതിയ എന്റെ അഭിപ്രായമല്ലല്ലോ. പൊതുവെ നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട് ചിരിക്കും തോറും ആയുസ് കൂടും. ആയുസ് കൂടണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഐസ്ലിം കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഈ ക്ലാസ് കേൾക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ആയുസ് കൂടണം, ആരോഗ്യത്തോടെ ഇരിക്കണം, മക്കളുടെ കൂടെ സന്തോഷകരമായിട്ട് ജീവിക്കണം, നല്ല സമ്പാദ്യം ഉണ്ടാക്കണം, നല്ല സന്തോഷം ഉണ്ടാക്കണം, നല്ല ഗ്ലാമർ ആയിട്ട് നടക്കണം, നല്ല ബ്യൂട്ടി ആയിട്ട് നടക്കണം തുടങ്ങിയുള്ള ആഗ്രഹങ്ങളുള്ള ആളുകൾക്കാണ് ഈ ഒരു സമയം ഉപകാരപ്പെടുള്ളൂ. അപ്പോൾ ഇത് കഴിയുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണ്ട, ചിരിച്ചിരുന്നാൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചറെ കൊണ്ട് പറഞ്ഞു ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് അപ്പുറത്തെ കൂട്ടുകാരനോട് നോക്കാനും അവനോട് വർത്താനം പറയാൻ തോന്നിയത്. ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞോടുകൂടി വർത്താനം പറയാൻ തോന്നി തുടങ്ങി. അത്രയും നേരം നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലാണ്ട് നമ്മൾ ക്ലാസ് ടീച്ചറെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കുറച്ചു നേരം എന്ന് പറഞ്ഞു. പിന്നെ തുടങ്ങി നമ്മൾ ആ ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ കുറച്ചു നേരത്തേക്ക് എന്തിലേക്ക് പോയി, അപ്പോഴാണ് വേറെ വേറെ ചിന്തകളിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണ്ട, നിങ്ങൾ അലസമായിട്ട് തന്നെ ഇരുന്നോ, പക്ഷെ ചിരിച്ചിരിക്കണം. അത് പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. റെഡി ആണെങ്കിൽ ജസ്റ്റ് ഒരു തമ്പ് കൂടിയിട്ടെ. ചിരിച്ചിരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടില്ലല്ലോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി ഒരു തമ്പിടാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മളുടെ ബേസിക് ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞു, ഈ ലോകത്ത് വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ സഹായിക്കുന്ന ഒരു ഉപാധി എന്ന് വേണമെങ്കിൽ പറയാം നമ്മളുടെ ആരോഗ്യത്തെ. ഈ ലോകത്ത് എനിക്ക് ഒരു അച്ഛനായി, ഒരു അമ്മയായി, ഒരു മകനായി, ഒരു മകളായി, അങ്ങനെ തുടങ്ങി ഒരു അമ്മൂമ്മയായി ഒക്കെ വളരെ മനോഹരമായിട്ട് ജീവിക്കാൻ എനിക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. രണ്ടാമത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണം സമ്പാദിക്കണമെങ്കിൽ എനിക്ക് ആരോഗ്യം വേണം. ഇനി ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യണേ, ഒരാളെ സഹായിക്കണമെങ്കിലും എനിക്ക് എന്ത് വേണം? ആരോഗ്യം വേണം. അപ്പൊ ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിനും നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ആരോഗ്യം. അപ്പൊ ഇനി രണ്ടാമതൊരു കാര്യം എന്താ? മനുഷ്യന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവന് ആരോഗ്യം മാത്രം പോരാ, നല്ല സൗന്ദര്യം വേണം. സൗന്ദര്യം വേണ്ടാത്തവരാരെങ്കിലും ഉണ്ടോ? സൗന്ദര്യം എനിക്ക് വേണ്ട, എനിക്ക് കുറവ് സൗന്ദര്യം മതി എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനിയും കുറച്ചുകൂടി സൗന്ദര്യം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇങ്ങനെ കാണിച്ചാൽ ഇല്ല എന്നാണ് എന്റെ അർത്ഥം. എനിക്ക് സൗന്ദര്യം ഓരോ ദിവസവും കൂടി കൂടി വരണം എന്നാഗ്രഹിക്കുന്നവര്? മിഥുൻ സാർ ലവ് ചിഹ്നിട്ട് എന്നെ കൊതിപ്പിക്കാം. ആരെങ്കിലും? സൗന്ദര്യം കൂടണ്ടേ? സുമ മാഡത്തിന് സൗന്ദര്യം കൂടണം എന്ന് ആഗ്രഹമില്ല? ഓരോ ദിവസവും കൂടി കൂടി വരണം ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള വഴികൾ ഞാൻ പലതും പരീക്ഷിച്ച് നോക്കി, പക്ഷെ സംഭവം അങ്ങനെ എന്ത് ചെയ്യുന്നില്ല,
കൂടുന്നില്ല. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ആരോഗ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ചെറിയ മീനിങ് ആയിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്, നിങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഒക്കെ ഇട്ടോ, അപ്പോഴാണ് നമുക്കൊരു രസകരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ബ്യൂട്ടി എന്നാണ്, സൗന്ദര്യം എന്നാണ് ഞാൻ അതിന് കൊടുക്കുന്ന ഒരു വേർഡ്. നിങ്ങൾക്ക് ഇത് മീൻസ് യോജിക്കാൻ പറ്റുന്ന ഒരു എസ് എന്നൊന്ന് ടൈപ്പ് ചെയ്തേ, അല്ലെങ്കിൽ ബി എന്ന് ടൈപ്പ് ചെയ്തേ. എസ് മീൻസ് ബ്യൂട്ടി ആണ് ആരോഗ്യത്തിന്റെ മാനദണ്ഡം എന്ന് യോജിക്കുന്നവര്. യോജിക്കാത്തവര് നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്തോ. യോജിക്കുന്നവർ ബി എന്ന് ടൈപ്പ് ചെയ്യോ, അല്ലെങ്കിൽ കൈ തമ്പ് കാണിക്കുക എന്തെങ്കിലും ചെയ്യും. ഓക്കെ. ആരോഗ്യമുള്ള ശരീരത്തിലെ അല്ലെങ്കിൽ ആരോഗ്യമുള്ള മനസ്സിലെ ആരോഗ്യമുള്ള ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. അതായത് നല്ല തീരുമാനങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നല്ല തീരുമാനങ്ങളാണ് നമ്മളെ നല്ലതാക്കുന്നതെങ്കിൽ നല്ല തീരുമാനങ്ങൾ തന്നെയാണ് നമ്മളെ ബ്യൂട്ടി ആക്കുന്നത്, സൗന്ദര്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. എന്റെ ശാരീരിക അവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനം നടക്കുമ്പോൾ മാത്രമാണ് എന്റെ സൗന്ദര്യം നിലനിൽക്കുന്നത്. അപ്പോ സൗന്ദര്യം കുറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? സൗന്ദര്യം കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ആരൊക്കെയോ എവിടെയൊക്കെയോ ഒരു ചെറിയ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണു എന്നതിന്റെ സൂചനയാണത്. സ്കിന്ന് പ്രായമാകുന്നതിന് മുമ്പേ ഇപ്പൊ നമ്മളുടെ ഉള്ളില് സാധാരണ നമ്മുടെ മനസ്സിലേക്ക് കിടക്കുന്ന ഒരു പ്രായം എത്രയാ? 50, 55, 60. ഇതാണ് പ്രായം അല്ലെ? നമ്മുടെ മനസ്സിൽ കിടക്കുന്ന പ്രായം എത്ര? 50, 55, 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും പോവാം. അതിനു മുമ്പ് ഒരു ഗ്യാരണ്ടി ഉണ്ട്, 60 വരെ മിനിമം പോവും. 60 കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിലും പോവാന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടാവും. അപ്പോ പൊതുവെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾക്ക് ഒരു 60-ന് ശേഷവും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഉണ്ടാകില്ല എന്നുള്ള തോന്നലാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യുന്നത്. ഈ 55, 60 കഴിയുമ്പോഴേക്കും കഴിഞ്ഞു, എല്ലാ ജോലികളും തീർന്നു, മക്കളെ കെട്ടിച്ചു, അവർക്ക് പിള്ളേരായി, ഇനി എത്രയും പെട്ടെന്ന് പോകണം. ഞാൻ എല്ലാവരോടും ചോദിക്കാറുള്ള ഒരു ചോദ്യം, നമ്മള് മക്കളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനല്ല. മക്കളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ജനിച്ചത്? അല്ല. നമ്മൾക്ക് ഈ ലോകത്തിലെ ജീവിതം ഏറ്റവും മനോഹരമായി സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും വന്നത്. അപ്പൊ അതിന് സഹായിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കണം എന്നുള്ളത്. വീടിനെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ? ചെതല് കയറാതെ നോക്കണം, പുല്ല് പിടിക്കാതെ നോക്കണം, ചെളി പിടിക്കാതെ നോക്കണം, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യവും നമുക്കറിയാം. ആ ജീവനില്ലാത്ത വസ്തുവിനെ നമ്മൾ വളരെ മനോഹരമായി സംരക്ഷിക്കുന്നു. ജീവനുള്ള ഏറ്റവും വിലപ്പെട്ട നമ്മളെ സംരക്ഷിക്കാൻ എന്ത് ചെയ്യില്ല, നമ്മൾക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിനകത്ത് വലിയ കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല. അപ്പോ ഇതിനെ വളരെ മനോഹരമാക്കാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നത്. ക്ലിയർ? അപ്പൊ ആ ആഗ്രഹമാണ് ആദ്യം നമ്മുടെ മനസ്സിൽ വേണ്ടത്. എനിക്ക് എന്റെ ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ ഞാൻ ഇന്നു മുതൽ ഒരു തീരുമാനം എടുക്കും. എന്റെ ചെറിയ രീതിയിലൊക്കെ മതി, വലിയ രീതിയിലൊന്നും വേണ്ട. പക്ഷെ ചെറിയ രീതിയിൽ തുടങ്ങിയാലേ വലിയ രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. എന്റെ ആരോഗ്യമാണ് എന്നെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്, എന്റെ എല്ലാ അച്ചീവ്മെന്റ്സിനും സഹായിക്കുന്നത് എന്റെ ആരോഗ്യമാണ്. അതിന് തടസ്സമാകുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാതിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്ന വിഷയം എന്ന് പറയുന്നത് ഐസ്ലിം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റുമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്താ? എന്തുകൊണ്ടാണ് വെയിറ്റ് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അമിതമായ ഭാരം ഉണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മൾ സാധാരണ ചിലപ്പോ 2 രീതികളാണ് പൊതുവെ നമ്മൾ കേട്ടുവരുന്നത്. ഒന്ന് അമിതമായിട്ടുള്ള ഭക്ഷണശീലം, 2 മീൻസ് ക്രമം തെറ്റിയ ജീവിതശൈലി അല്ലെങ്കിൽ ഭക്ഷണശീലം. രണ്ടാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺസിന്റെ ചേഞ്ചസ് കൊണ്ട് നമുക്ക് എന്തുണ്ടാവാം, അമിതമായ ഭാരം ഉണ്ടാവാം. ഈ 2 പോയിന്റ്സ് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഒന്ന്, അമിതമായ ഭക്ഷണശീലമുള്ള ആളുകൾ, അതായത് ഇപ്പോൾ എപ്പോഴും ഒരു ദിവസം കൂടുതൽ ചായ കുടിക്കുക, വെറുതെ ബേക്കറി ഐറ്റംസുകൾ കഴിക്കുക, മധുരപലഹാരങ്ങൾ കഴിക്കുക, ഇങ്ങനെ തുടങ്ങിയുള്ള അഡിക്ഷൻസുകൾ നമുക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ തടി വയ്ക്കാനുള്ള സാധ്യത ഉണ്ട്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോർമോൺസിന്റെ ഇൻബാലൻസിങ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, തടി വയ്ക്കാം. അപ്പൊ ഈ 2 കാരണങ്ങളും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തടി വയ്ക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനകത്ത് അമിതമായ ഭക്ഷണം കഴിക്കാന്ന് വെച്ചാൽ എന്താ, കാലറി ഇൻടേക്ക്, കൂടുതൽ ഭക്ഷണം നമ്മൾ കഴിക്കുന്നു. അപ്പോൾ ആ ഭക്ഷണത്തെ ലഘൂകരിക്കാൻ സാധിച്ചാൽ ഈ വെയിറ്റ് ഉള്ള ആളുകൾ കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അമിതമായ ഭക്ഷണം കഴിക്കുന്ന ആ ഭക്ഷണം കുറച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, വെയിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് ഭക്ഷണം കുറയ്ക്കാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്തുകൊണ്ടാ, ഈ അമിതമായി കഴിച്ച് ശീലിച്ച് അമിതമായ വിശപ്പ് അവരിൽ ഉണ്ടാവുകയും ആ സമയമാകുമ്പോൾ എത്ര പരിശീലിച്ച് നിന്നാലും ഓടിപ്പോയി അവരെന്തെങ്കിലും കഴിക്കുന്ന, ചിലപ്പോൾ 1-2 ദിവസമൊക്കെ അവർക്ക് പറ്റും. 3-ാം ദിവസം ആകുമ്പോൾ വീണ്ടും അവരുടെ കൺട്രോൾ പോകും, അവർ വീണ്ടും അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അവരാണ് ഒരു കാറ്റഗറി ആൾക്കാർ. രണ്ടാമത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഹോർമോൺസിന്റെ ചേഞ്ചസ് ഉള്ളതാണ്. ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുക
ലേഡീസിലാണ്. ഹോർമോൺസിന്റെ ചേഞ്ചസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ലേഡീസിലാണ് കൂടുതലായിട്ട് കണ്ടുവരിക. അപ്പോൾ അമിതമായിട്ടുള്ള ഹോർമോൺസിന്റെ ചേഞ്ചസ് ലേഡീസിലുണ്ടെങ്കിൽ അവരും തടി വെക്കും. അപ്പൊ ഈ രണ്ട് തടിയുടെയും പ്രത്യേകത എന്താ? അമിതമായി ഭക്ഷണം കഴിച്ച് തടി വെക്കുന്നത് ഒരു ബൾക്കി ബോഡി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഹോർമോൺസിന്റെ ചേഞ്ചസ് കൊണ്ടുണ്ടാകുന്ന തടികളൊക്കെ നല്ല സ്ട്രോങ്, മീൻസ് എന്താ പറയാ, ഉറച്ചു കിടക്കുന്ന പോലത്തെ ഒരു ബോഡി ആയിരിക്കും. ഇത് കുറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പൊതുവെ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ്. സയന്റിഫിക്കലി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ പൊതുവെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ടൈപ്പ് ബോഡികളിലും ഒരു ബോഡി ടൈപ്പ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് കുറയുന്ന ഒരു ബോഡി ആണെങ്കിൽ മറ്റേ ബോഡി വളരെ കട്ടിയായിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ തലയൊന്ന് ആട്ടി നോക്കി. ആടണ്ട, അപ്പൊ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമ്മളുടെ ഈ രണ്ട് ടൈപ്പ് ഓഫ് ബോഡി, അപ്പൊ നിങ്ങൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞത്, അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളാണെങ്കിൽ ആൾക്കുള്ള രീതി വേറെയും, പിന്നെ ഹോർമോൺ ചേഞ്ചസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള രീതി വേറെയുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഹോർമോൺ ചേഞ്ചസ് കൂടുതൽ വരിക ലേഡീസിലാണ്, പിന്നെ ആണുങ്ങളിലും വരാം. തൈറോയ്ഡ് സംബന്ധമായ പ്രോബ്ലംസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ കൂടുതലും ആണുങ്ങളിൽ കൂടുതലും ഭക്ഷണം കഴിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാനാണ് സാധ്യത. അപ്പോ ഈ രണ്ട് കേസുകളിലും ഒന്ന്, അമിതമായ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഈ ഐസ്ലിം എന്ന് പറയുന്ന പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ അവരുടെ അമിതമായ ഭക്ഷണ ശീലം കുറയ്ക്കാനായിട്ട് എന്ത് ഉപയോഗിക്കാം? ഈ ഐസ്ലിം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാം. അപ്പൊ ഒരു നേരത്തെ ഭക്ഷണം കട്ട് ചെയ്തിട്ട്, വൈകിട്ടത്തെ ഭക്ഷണം കട്ട് ചെയ്തിട്ട് അവർക്ക് ഇത് ഉപയോഗിക്കാം. ഞാൻ എന്താണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പിന്നീട് പറയാം. അതിന്റെ ആ ഒരു പാറ്റേൺ കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. സോറി, ക്ലിയർ ആയല്ലോ? അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് ഇത് കഴിച്ചാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. ചെയ്യേണ്ട കാര്യം നോർമൽ ആയിട്ടുള്ള ഫുഡുകൾ സാധാരണ കഴിക്കുക. പിന്നെ വൈകിട്ട് സ്ലിം എന്ന് പറയുന്ന നമ്മളുടെ ഈ പ്രൊഡക്റ്റ് ഒരു പീസ് കൃത്യമായിട്ട് ചവച്ചരച്ച് ഒരു 20 മിനിറ്റ് സമയം കൊണ്ട് കഴിക്കാനായിട്ട് പറയാം. പിന്നെ ഒരു 2-2.5 ലിറ്റർ വെള്ളം ഒരു ദിവസം നിർബന്ധമായിട്ട് കുടിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ? അടുത്തതായിട്ട് മധുര പലഹാരങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് കട്ട് ചെയ്യാൻ പറയണം. തീരെ പറ്റാത്ത ആൾക്കാണെങ്കിൽ കുറയ്ക്കാൻ പറയണം. മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയാവാം, ശർക്കരയാവാം, അമിതമായ ചോറ് കഴിക്കുന്നതാവാം. ഇതെല്ലാം ഗ്ലൂക്കോസിനെ ശരീരത്തിൽ ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഇതൊക്കെ നമ്മളുടെ വെയിറ്റ് കൂടാനേ സഹായിക്കുള്ളൂ. ഓക്കെ. അപ്പൊ നോർമലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്ക് മാത്രമേ ഇത് ഫലം ചെയ്യുള്ളൂ, മറ്റുള്ളവർക്ക് ഇത് ഫലം ചെയ്യില്ല. ഓക്കെ. അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആൾ, അപ്പൊ ചിലവർ പറയും ഞാൻ അങ്ങനെ അധികമായി കഴിക്കാറില്ല, പക്ഷെ അത് കൂടുതലും ലേഡീസിലാണ് വരിക. അപ്പൊ അമിതമായി കഴിക്കാത്തവർക്കുള്ളതല്ല ഞാൻ പറയുന്നത്. അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾ, അവരുടെ വെയിറ്റ് വേഗം കയറിക്കൊണ്ടിരിക്കും, ഒരു ബൾക്കി തടിയായിരിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുക. ഇപ്പൊ കാലത്ത് പുട്ട്, ഇഡലി, ദോശ പോലത്തെ സംഭവങ്ങളാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമിതമായിട്ട് ഇപ്പൊ ഒരു 8 എണ്ണമൊക്കെ കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം ആക്കുക. അതിന്റെ കൂടെ കുറച്ച് സാലഡ്സ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. വിശപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പോർഷൻ. സാലഡ് എന്ന് പറയുമ്പോൾ ഇത് അരിഞ്ഞു കൂട്ടാനൊന്നും വലിയ സമയമില്ലെങ്കിൽ വെറുതെ കുക്കുമ്പർ അരിഞ്ഞിട്ട് കഴിച്ചാലും മതി. മനസ്സിലായോ? വെറുതെ വെച്ചിട്ട് കുക്കുമ്പർ ഒരു 4 പീസോ 5 പീസോ നമ്മൾ അതിനോട് കഴിച്ചാൽ മതി. അപ്പൊ വിശപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ ഒരു 2-3 ദിവസത്തേക്ക് അല്ലെങ്കിൽ 7 ഡേയ്സിലേക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി മാറും. ഇനി അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു തലവേദന പോലെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ അത്രയും ദിവസം ആസ്വദിച്ച് കഴിച്ചിരുന്ന 8 ഇഡലിയും 10 ഇഡലിയും പെടുന്നതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഇവരുടെ ബ്രെയിൻ അത് പറ്റൂല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ഇറിറ്റേഷൻ അവർക്ക് ഉണ്ടാവും. ഈ ഇറിറ്റേഷന്റെ ഭാഗമായിട്ട് അവരുടെ ബോഡി തന്നെ ഇതിനെ റിജക്ട് ചെയ്യും. ഈ ഒരു ശീലം വേണ്ട, മറ്റേത് തന്നെ നമുക്ക് ഫോളോ ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ റിജക്ട് ചെയ്യും. മീൻസ് മറ്റേതിലേക്ക് ക്ഷണിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഒരു തലയ്ക്ക് ഒരു കനം പോലെ, ചിലപ്പോൾ ഒരു തലവേദന പോലെ ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടാവാൻ നിർബന്ധമില്ല. ചില ആളുകളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് അവരോട് പറഞ്ഞാൽ 1-2 ദിവസത്തേക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ. വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കുക, റെസ്റ്റ് എടുക്കുക, ഓട്ടോമാറ്റിക്കലി അത് ശരിയായിക്കോളും. അതിന്റെ കാരണമാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ വീട്ടിലൊരു വേലക്കാരി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, 20 മിനിറ്റ് വന്നാൽ മതി. ഒന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് പോയി നോക്കി. അങ്ങനെ ഇരിക്കും ഈ വേലക്കാരത്ത് പറയാണ് നാളെ മറ്റന്നേ ഞാൻ വരില്ല എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് ദേഷ്യം വരും. കാരണം എന്തുകൊണ്ടാ? നാളെ മകള് വന്ന ദിവസമാണ്. അവളുടെ ഭർത്താവും വരും, പിള്ളേരും വരും, പണിയും കൂടുതൽ. ഇവൾക്ക് ലീവ് എടുക്കാൻ കണ്ട ദിവസം, ഇത്രയും ദിവസം ഉണ്ടായിട്ട് അവൾക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു ആകുലത നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി
ശാരീരികമായ അസ്വസ്ഥതകളിലേക്ക് കൊണ്ടുപോകും. ഒരു ടെൻഷനൊക്കെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പറ്റുന്ന പോലെ തന്നെ പെട്ടെന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയുമ്പോൾ ശരീരം നമ്മളോട് എന്ത് ചെയ്യില്ല, സഹകരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അല്ലാതെ ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ടോ കാര്യങ്ങളുകൊണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഉച്ചയ്ക്ക് അതുപോലെ തന്നെ ലഞ്ചിന് അതുപോലെ തന്നെ ചോറിന്റെ കൂടെ കുറച്ച് സാലഡ്സ് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ ചോറിന്റെ അളവൊന്ന് കുറച്ചിട്ട് എടുത്ത് കഴിക്കാന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട്. അപ്പൊ കറികളൊക്കെ കുറച്ച് കൂടുതലൊക്കെ കഴിച്ചിട്ട് ബാലൻസ് ചെയ്യാം. വയർ ഒരുപാട് നിറച്ച് കഴിക്കുന്ന ശീലം പൊതുവെ നല്ലതല്ലാത്തതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സാലഡ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ബാലൻസ് ചെയ്യാൻ പറ്റണം. എന്നാൽ അത്യാവശ്യം ഒന്നും കഴിച്ചോട്ടെ, വലിയ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു നോർമൽ കൊടുക്കാം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് വരുമ്പോൾ 4 മണിക്ക് സ്നാക്സ് എന്തെങ്കിലും താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആകെ കിട്ടുന്ന സ്നാക്സ് പഴംപൊരി, പരിപ്പുവട ഇതൊക്കെ ആയിരിക്കും പുറത്തുനിന്ന് കിട്ടുക. പിന്നെ അല്ലെങ്കിൽ കോഴിക്കോട്ട, അട ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് ഏത് കഴിച്ചാലും സെയിം തന്നെയാണ്. മനസ്സിലായ? ഞാൻ അടയാണ് കഴിക്കാറ്, ജിലേബിയാണ് കഴിക്കാറെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് കഴിച്ചാലും പ്രശ്നമാണ്. അപ്പൊ അവിടെ എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നിയാൽ കഴിക്കാൻ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കഴിക്കണം എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ഒരു 6:30-7 മണിയാകുമ്പോൾ ഐസ്ക്രീം ഒരു പീസ് കഴിപ്പിക്കാം. ഇല്ലെങ്കിൽ ഈ സാലഡിന്റെ ഓപ്ഷൻ എന്ത് ചെയ്യാം, 4 മണിയാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അത് പറ്റാത്ത ആൾക്കാർ, വീട്ടമ്മമാർക്കൊക്കെ അത് പറ്റുള്ളൂ, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് അത് പറ്റുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം, അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ദോശ വേണമെങ്കിൽ കഴിക്കണമെങ്കിൽ കഴിക്കാം. അധികം പറ്റില്ല 2 ദോശ. 2 ദോശ എന്ന് പറയുമ്പോൾ മസാല ദോശ എത്ര ഉള്ള ദോശയുണ്ട്, ചെറിയ പാത്രത്തിന്റെ അത്ര ഉള്ള ദോശയുണ്ട്. അപ്പോൾ അതാണെങ്കിൽ ഒരെണ്ണം മതി. അങ്ങനെ ഒന്ന് ബാലൻസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ അത്യാവശ്യം ഭക്ഷണമായല്ലോ. അല്ലെങ്കിൽ നട്ട്സ് കഴിച്ചാലും പ്രശ്നമില്ല. അവിടെ ഒരു 4 ബദാമോ 4 കശുവണ്ടിയോ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുകയാണെങ്കിലും പ്രശ്നമില്ല. പ്രോട്ടീൻസിന്റെ കുറവ് സ്വാഭാവികമായിട്ടും നമുക്ക് വിശപ്പുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പ്രോട്ടീൻസ് തീരെ കഴിക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് നട്ട്സ് കഴിക്കുന്നതും പ്രശ്നമുള്ള ഒരു കാര്യം അല്ല. അപ്പോൾ ഈ 3 കഴിഞ്ഞ് വൈകിട്ട് എന്ത് ചെയ്യുക, സ്ലിം എടുക്കുക. ഇത് അത്യാവശ്യം തടിയുള്ള ആളുകളിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. പിന്നെ ഒരു 2.5-3 ലിറ്റർ വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ട് കുടിക്കുക. അത് എങ്ങനെ കുടിക്കണം? രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് 1 ലിറ്റർ വെള്ളം കവർ ചെയ്യാൻ പറയാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രാവിലെ തൊട്ട് ഉച്ചവരെ 1 ലിറ്റർ കവർ ചെയ്ത് പിന്നെ 2 ലിറ്റർ കവർ ചെയ്യില്ല. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, 1 ലിറ്റർ വെള്ളം കവർ ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ 2 ലിറ്റർ അല്ലേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം വരെയുള്ള സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ശരീരത്തിന് ഏകദേശം ഒരു 12 ഗ്ലാസ് വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കുമ്പോൾ 3 ലിറ്റർ വെള്ളത്തോടത്ത് വരും. അപ്പോൾ ഒരു 3 ലിറ്റർ വെള്ളം കൗണ്ട് ചെയ്ത് കുടിക്കാനും പറയാം. ഇത്രയും പ്രോസസ്സ് മനസ്സിലായല്ലോ. അത്യാവശ്യം നോണൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇനി അത് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ, ദഹന പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നോണൊക്കെ ഒരു 2 ദിവസം കൂടുമ്പോൾ എടുത്താൽ മതി. പറ്റാ അമിതമായിട്ട് വയറ് ചാടിയിരിക്കുക, വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക, ഒരു സുഖകരമല്ലാത്ത രീതിയിലുള്ള മീൻസ് മോഷൻ പോകുമ്പോൾ സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല എന്നുണ്ടെങ്കിൽ, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ള ആളുകളാണ്, ഗ്യാസിന്റെ പ്രശ്നമുള്ള ആൾക്കാണെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉള്ള ആളുകളാണ്. അപ്പൊ അവരെന്ത് ചെയ്യുക, ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട്, 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം കൂടുമ്പോൾ മീറ്റ് ഐറ്റംസ് നേരം എടുത്താൽ മതി. റെഗുലർ കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം അതിനോട് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയെന്ന് വരില്ല. പിടികിട്ടിയോ? അപ്പൊ അതൊന്ന് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കഴിക്കാം. കുറച്ച് നാളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ആവും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ക്ലിയർ ആയോ നോക്കി? ഈ തടിയുള്ള ആളുകളിൽ ഈ ഒരു പാറ്റേൺ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായി. ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഹോർമോൺസിന്റെ പ്രശ്നം കൊണ്ട് തടി വെക്കുന്ന ആളുകൾ, അവർക്ക് ഇതന്നെ പാറ്റേൺ തന്നെ ഉപയോഗിക്കാം. പക്ഷെ അവർക്ക് ഹോർമോൺസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഐസ്ലിമിന്റെ കൂടെ ഐപ്പൾസും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഐസ്ലിമിന്റെ കൂടെ ഐപ്പൾസും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നാലാണ് അവരുടെ വെയിറ്റ് സ്പീഡിൽ കുറയാനായിട്ട് തുടങ്ങും. ഐസ്ലിമിന്റെ കൂടെ ഐപ്പൾസും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം ഹോർമോൺസ് ഇഷ്യൂസ് ബാലൻസ് ആവണമെങ്കിൽ ഈ പറഞ്ഞ ഐപ്പൾസിന്റെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരും. ഡയറ്റ് ഇതുപോലെ തന്നെ മതി. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ ഒരു സാധനം കൂടി അതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരും. ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ ഐപ്പൾസും കൂടി അതിന്റെ കൂടെ എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ചെയ്യേണ്ടതായിട്ട് വരാൻ സാധ്യതയുണ്ട്. ഈ കോമ്പിനേഷനിൽ കഴിച്ചാൽ നല്ല എഫക്റ്റ് കിട്ടും. പിന്നെ അപ്പൊ ഇത് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഐസ്ലിം ഉപയോഗിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് ചായ കാപ്പി കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ ചായ കാപ്പിയൊക്കെ കുടിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഹൈ കോഫി കൂടി എന്ത് ചെയ്യാം, സജസ്റ്റ് ചെയ്യാം. മീൻസ് ബ്ലാക്ക് കോഫി ആണെങ്കിൽ ബ്ലാക്ക് കോഫി സജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് ഹൈ കോഫി വളരെയധികം സഹായിക്കും.
ഇത് പൈസ്ലിമിന്റെ ക്ലാസ് ആണല്ലോ, അതിന്റെ കൂടെ ഇതും കൂടി പറയണം എന്ന് ചോദിക്കണ്ട. ഞാൻ ഓൾറെഡി ഇത് റിസൾട്ട് കിട്ടണം എന്ന ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഇത് കോമ്പിനേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ പറഞ്ഞെന്നുള്ളൂ. ഇത് ഒറ്റയ്ക്ക് ഉപയോഗിച്ചാലും പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ പ്രത്യേകം എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിടാം. അപ്പൊ ഐസ്ലിം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഐസ്ലിമിന്റെ കണ്ടന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് ഏകനായകമാണ്. ഏകനായകത്തിന്റെ എക്സ്ട്രാക്ട് നമ്മളുടെ ഗ്ലൂക്കോസ് ലെവലിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് സഹായിക്കും. നമ്മുടെ പാൻക്രിയാസിന്റെ വർക്കിങ്ങിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ പാൻക്രിയാസിന്റെ വർക്കിംഗ് കറക്റ്റ് ആയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസുലിൻ റെസിസ്റ്റൻസ് വളരെയധികം ശരീരത്തിൽ നന്നാവുകയും ശരീരത്തിന്റെ വെയിറ്റ് ലോസിൽ, അല്ലെങ്കിൽ ഫാറ്റ് മെറ്റബോളിസം ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മളുടെ ഏകനായകം എന്ന് പറയുന്നത്. പിന്നെ എള്ള്, നമ്മുടെ ഫാറ്റിനെ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട് എള്ള് അതിനകത്ത് വരുന്നുണ്ട്. കോളീസ് ഫ്രെക്കോളി എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്സ് വരുന്നുണ്ട്, റാഗി വരുന്നുണ്ട്, സോയ് പ്രോട്ടീൻ വരുന്നുണ്ട്, വേ പ്രോട്ടീൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് അശ്വഗന്ധ, അതുപോലെ തന്നെ മുക്കുണ, കാപ്പിക്കാച്ച് എന്ന് പറയുന്ന ഈ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ പ്രോട്ടീൻസ് നമുക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് ആവശ്യമാണ്. പുതിയ സെൽസുകൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻസ് ആവശ്യമാണ്. അപ്പോൾ വിശപ്പ് ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അശ്വഗന്ധ സ്ട്രെസ് മാനേജ്മെന്റിന് സഹായിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് അശ്വഗന്ധ. അപ്പൊ അമിതമായി സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾക്ക് തടി വെക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ സ്ട്രെസ് എന്ത് ചെയ്യും, ബാലൻസ് ചെയ്യാനായിട്ടും നമ്മളുടെ അശ്വഗന്ധ ഇൻഗ്രീഡിയൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഐസ്ലിമിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു കോമ്പിനേഷനിൽ വളരെ മനോഹരമായിട്ട്, വളരെ ടേസ്റ്റി ആയിട്ടാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കഴിക്കേണ്ട രീതികൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഇത് തടി ഇല്ലാത്ത ആളുകൾക്കും കഴിക്കുക. ഇതൊരു വെയിറ്റ് മാനേജ്മെന്റ് പ്രൊഡക്റ്റ് ആണ്, അല്ലെ? വെയിറ്റ് കുറയ്ക്കുന്ന പ്രൊഡക്റ്റ് അല്ല. വെയിറ്റ് കൂട്ടാനുള്ള ആളുകൾക്ക് ഉപയോഗിക്കാം, ഹെൽത്തി ആവണം എന്നുള്ള ആളുകൾക്കും ഉപയോഗിക്കാം. ദഹന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ ബെനിഫിറ്റ് ആഗ്രഹിക്കുന്ന, അപ്പൊ ഡയബറ്റിക് ഉള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാം. അങ്ങനെ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഐസ്ലിം എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ക്ലിയർ ആയ? അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് വൈകിട്ട് ഇതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് വൈകിട്ട് നമ്മൾ ഐസ്ലിം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ ആർക്ക് പറ്റും? ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ ഇംപ്രൂവ് ചെയ്യാൻ ഐസ്ലിമിന് കഴിവുണ്ട്. അപ്പൊ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ ഫുഡ് ഡയറ്റ് ഫോളോ ചെയ്ത് വെള്ളവും കുടിച്ചിട്ട് നമ്മൾ ഈ വൈകുന്നേരം ഈ സ്ലിം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 1 വീക്ക് നിങ്ങൾ കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇമ്പ്രൂവ്മെന്റ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ ജസ്റ്റ് ഒന്ന് തമ്പട്ടെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇത് ആർക്കൊക്കെ കഴിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട്. കഴിക്കാൻ പാടില്ലാത്ത ആളുകൾ നിലവിൽ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഉള്ള ആളുകളാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കഴിക്കാം. മനസ്സിലായോ? ഗർഭിണികളായിട്ടുള്ള ആൾക്കാരിൽ മാത്രമാണ് ചെറിയൊരു റെസ്ട്രിക്ഷൻസ് വരുന്നുള്ളൂ. ബാക്കിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കഴിക്കാം. വളരെ രസകരമാണ്. അതായത് ഇന്ന ആൾക്ക് ഇത് വെയിറ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ആയിട്ടുള്ള രീതിയിലേക്ക് മനസ്സിലേക്ക് കൊണ്ടുവരരുത്. ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ഇംപ്രൂവ് ചെയ്യുന്നതോടുകൂടി നമ്മളെല്ലാവരും കഴിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതുകൊണ്ടാ, ഡൈജസ്റ്റീവ് സിസ്റ്റം എരിവ്, പുളി, ഉപ്പ്, മധുരം, മസാലകൾ കഴിക്കുന്ന എല്ലാ ആളുകൾക്കും ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോബ്ലംസ് ആവും. അപ്പൊ നമ്മൾ ഒരുപാട് കല്യാണങ്ങൾ, മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അടുപ്പിച്ചൊക്കെ പങ്കെടുക്കുമ്പോൾ ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യുക, ഒന്ന് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് എന്ത്, ഐസ്ലിം എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഒരു ദിവസം കഴിച്ചുകൊണ്ട് കാര്യമില്ല. മീൻസ് അത് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസം നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ ഒരു 14 മുതൽ 21 ദിവസം, അത് നോർമൽ ആളുകൾക്ക് ഞാൻ പറയണത്, സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ എന്ത് ചെയ്യാം, ബെറ്റർ ആക്കി വെക്കാൻ സഹായിക്കും. അമിതമായ ഫാറ്റിനെ പുറന്തള്ളിക്കളയും. അങ്ങനെ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് സഹായിക്കാൻ ആർക്ക് പറ്റും, ഐസ്ലിമിന് പറ്റും. പ്രത്യേകിച്ച് ഈ തൈറോയിഡ് പ്രോബ്ലംസ് ഉള്ള ആളുകൾ നമ്മൾ ഐസ്ലിമും ഐപ്പൾസും കൂടി ഉപയോഗിക്കാന്നുണ്ടെങ്കിൽ വളരെ മികച്ച റിസൾട്ട് വളരെ പെട്ടെന്ന് കിട്ടും. ഹൈ ഡയബറ്റിക് ഉള്ള ആളുകളൊക്കെ ഐസ്ലിമും ഐ കോഫിയും കൂടി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഹൈ റിസൾട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപയോഗിക്കാം. ഇന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നില്ല. നോർമൽ ആയിട്ടുള്ള വലിയ രോഗങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ അവർ ഡോക്ടറുടെ സജഷനോട് കൂടി മാത്രം കഴിക്കുക. ഞാൻ നോർമൽ ആളുകളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ സംഭവം ഉപയോഗിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഇത്രയും മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വലിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് അങ്ങോട്ട് കയറില്ല. ഇപ്പൊ അത്യാവശ്യം ഒരാൾക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതറിയാം. പിന്നെ ഇനി എങ്ങനെയാണ് വെയിറ്റ് കാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഹൈറ്റ് എത്രയാണോ സെന്റിമീറ്ററിൽ ഹൈറ്റ് നോക്കുക. ഇപ്പൊ 160 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഹൈറ്റ് എന്നുണ്ടെങ്കിൽ 60 കിലോ ആണ് നമുക്ക് വേണ്ട വെയിറ്റ്. അതും കൂടി മനസ്സിൽ വെക്കുക. 160 സെന്റിമീറ്ററിൽ കണക്കാക്കുക. അപ്പൊ സെന്റിമീറ്ററിൽ 160 ആണ് ഹൈറ്റ് എന്നുണ്ടെങ്കിൽ 60 കിലോ ആണ് നമ്മളുടെ വെയിറ്റ്. ഇപ്പൊ 170 ആണെങ്കിലോ 70 കിലോ, 175 ആണെങ്കിൽ 75 കിലോ. അപ്പൊ എപ്പോഴും വെയിറ്റ് കുറച്ച് തുടങ്ങാനായിട്ടൊരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇടയിൽ വെച്ച് സ്കിപ്പ് ചെയ്ത് പോവാതിരിക്കുക. വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് അത് കുറച്ച് എവിടെ കൊണ്ടുവരണം? 75 ആണെങ്കിൽ 73 കൊണ്ടുവന്ന് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 കിലോ കുറച്ചിടാം. അപ്പൊ ഇടയ്ക്ക് കൂടിയാൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈസി ആയിട്ട് പറ്റും. 5 കിലോ കുറച്ചു, 10 കിലോ കുറയാനുണ്ട്, 5 കിലോ കുറച്ചു, പിന്നെ നിർത്തി. എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ടും ഇത് കൂടി വരാനുള്ള സാധ്യത കൂടും. കാരണം എന്തുകൊണ്ടാ? ഞാനിവിടുന്ന് കണ്ണൂർക്ക് വരണമെന്ന് പ്ലാൻ ചെയ്തു. തൃശ്ശൂർ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയാൽ ഞാൻ ഒരിക്കലും കണ്ണൂർ എത്തില്ല. അതൊരിക്കലും വണ്ടിയുടെ പ്രശ്നമോ റോഡിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മന്ത്രിയുടെ പ്രശ്നമോ അല്ല, അതെന്റെ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ അത് പ്രൊഡക്റ്റിന്റെ കുഴപ്പമല്ല. നമ്മള് വെയിറ്റ് കുറയ്ക്കാൻ ഇറങ്ങുമ്പോൾ ആ ഒരു ബോധത്തോടുകൂടി നമ്മൾ ഇറങ്ങണം. വെയിറ്റ് കുറയ്ക്കാൻ ഇറങ്ങിയാൽ നമ്മൾ കുറയ്ക്കാൻ തീരുമാനിച്ചത് എത്രയാണ്? ഇപ്പൊ 73 ആണ് എനിക്ക് വെയിറ്റ് വേണ്ടതുണ്ടെങ്കിൽ 73 ആണ് എനിക്ക് എത്തിക്കേണ്ട പോയിന്റ്. അല്ലാതെ 4 കിലോ കുറഞ്ഞു, ഇനി കുറച്ചാൾ കഴിയട്ടെ, 4 കിലോ കുറഞ്ഞു, ഇപ്പൊ ഒരു അത്യാവശ്യം സുഖമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 കിലോ കുറയ്ക്കേണ്ടി വരും. പിന്നെ മനസ്സിലായോ? അപ്പൊ ഈ 4ന്റെ കൂടെ 4 ഇരട്ടിയായി 8 മാറും. അത് ഏത് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്താലും അങ്ങനെ തന്നെയാണ്. ജിമ്മിൽ പോവുകയാണെങ്കിലും തീരുമാനിച്ചിട്ട് പോവാ. വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പോയാൽ വെയിറ്റ് ലോസ് ചെയ്തതിന് ശേഷം തിരിച്ചവിടെ നിന്ന് പോരാവൂ. അല്ലാതെ 1 മാസം പോയി 2 മാസം പോയി 4 കിലോ കുറച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും വെയിറ്റ് കയറാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ വെയിറ്റ് ലോസ് എന്നല്ല, എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനൊരു പൂർണ്ണത വേണമല്ലോ. അപ്പൊ ആ പൂർണ്ണത നമ്മളെപ്പോഴും എന്ത് ചെയ്യുക? ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ വീണ്ടും വെയിറ്റ് വെക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം. മിഥുൻ സാറേ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട്. ജിനു സാറെ നമസ്കാരം. ജിനു സാർ പറഞ്ഞ കേൾക്കുന്നില്ല. ജിനു സാർ മ്യൂട്ടാണോ അറിയില്ല. ഇത്രയും നേരം കേൾക്കണ്ടായിരുന്നില്ല ഇപ്പോ? ഇപ്പൊ ഇത്രയും ഉണ്ടായിരുന്നു. ഓക്കെ ഞാനും വിചാരിച്ച്. ഓക്കെ അതെ സാറേ, ഞാൻ ഒരു സംശയിച്ചാൽ, ഞാനൊരു കസ്റ്റമറെ കണ്ടപ്പം ആ കുട്ടിക്ക് ഒരു 22 വയസ്സുള്ള 120 കിലോ വെയിറ്റ് ഉണ്ട്. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടിയാണ്. തൈറോയിഡ് കൊണ്ടാണ് ഈ തടി വന്നിരിക്കുന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോ ഞാൻ അവരോട് സജസ്റ്റ് ചെയ്തത്, നിങ്ങളൊരു 4 ബോട്ടിൽ 6 ബോട്ടിൽ ഐപ്പൾസ് മാത്രം ആദ്യം കഴിക്കുക. തൈറോയിഡിന്റെ പ്രശ്നം സോൾവ് ആയതിനു ശേഷം നമുക്ക് ഐസ്ലിം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്റെ ഒരു സജഷൻ ശരിയാണോ തെറ്റാണോ? അല്ല, സജഷൻ അങ്ങനെ ചോദിക്കണ്ട. അതിന്റെ കൂടെ സ്ലിമ്മും കൂടി ആഡ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. സ്ലിം ഇപ്പോഴേ കഴിച്ചു തുടങ്ങാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും സാറേ, അവരുടെ തൈറോയിഡിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ തൈറോയിഡിന്റെ കോംപ്ലിക്കേഷൻ കുറഞ്ഞു വരുന്ന സമയത്ത് ഐസ്ലിം ഒന്ന് സജസ്റ്റ് ചെയ്യാതെ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല, ഐസ്ലിം ഡൈജഷനെ സഹായിക്കുന്നത് കൊണ്ട് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എഫക്ട് കിട്ടും. തൈറോയിഡിന് സ്പീഡിൽ റിസൾട്ട് കിട്ടും. തൈറോയിഡിനും റിസൾട്ട് ഐസ്ലിമിനെ കൊണ്ട് കിട്ടും. പിന്നെ തൈറോയിഡിന് ഐസ്ലിം കൊടുക്കുമ്പോൾ റിസൾട്ട് ഉണ്ട്. മീൻസ് തൈറോയിഡിന് ഐസ്ലിം പ്ലസ് ഐപൾസും കൂടി കൊടുക്കുക. ഒരു 1 ടൈം എടുത്താലും 1 ടൈം പൾസ് എടുക്കുക, അല്ലെങ്കിൽ 2 ടൈം എടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ 2 ടൈം പൾസ് എടുക്കുക. ഒരു നേരം നമ്മുടെ ഇതും കൊടുക്കുക. ഞാൻ അതില് ഒരു സജഷൻ കൂടി പറഞ്ഞു അവരോട്. ഒരു 20 ml ഡെയിലി എഡീഷണൽ കഴിക്കാൻ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 20 ml ഡെയിലി ഐപ്പൾസ് എഡീഷണൽ കഴിക്കാൻ. അതായത് 60 ml പകരം 80 ml. അതെ. അല്ല, അതായത് ഐസ്ലിം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 60 ml പ്ലസ് ഐസ്ലിം കൂടി മതി. നല്ല റിസൾട്ട് കിട്ടും. ധൈര്യമായിട്ട് കൊടുത്തോ. ഇത് എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, അവര് 2 കൊല്ലമായി ഈ ഒരു മെഡിസിൻ ഉപയോഗിക്കുന്നു. മെഡിസിൻ ഉപയോഗിച്ച് യാതൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 100% റിസൾട്ട് കിട്ടും. ധൈര്യമായിട്ട് കൊടുത്തോ. അല്ല, അങ്ങനെയല്ല. അലോപ്പതി മെഡിസിൻ അവർ 2 വർഷം ഉപയോഗിച്ചിട്ട് പല ഡോക്ടർമാരെ കാണിച്ചിട്ടും യാതൊരു റിസൾട്ടും കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ മെഡിസിൻ കഴിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒഴിവാക്കിക്കോളൂ.
രാവിലെയും രാത്രിയും 30 ml വെച്ച് ഐപ്പൾസ് ഉച്ചക്ക് ഒരു 20 ml കഴിക്കാനാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാവോ? തൈറോയിഡിന്റെ മെഡിസിൻ കഴിക്കണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് കൊടുക്കണ്ട, മെഡിസിന്റെ ഒപ്പം കഴിപ്പിക്കണം. അത് 2 വർഷമായിട്ട് റിസൾട്ട് കിട്ടിയിട്ട് ആ കുട്ടിയുടെ ഫാദറിനെയാ പറയുന്നത്. തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന്, അതായത് ഇപ്പൊ തൈറോയിഡിന് മരുന്നുണ്ടെങ്കിൽ ആ തൈറോയിഡിന്റെ ഫംഗ്ഷൻ ഇപ്പൊ ഈ മരുന്നായിരിക്കും ചെയ്തുകൊണ്ടിരിക്കണ്ടാവുക. തൈറോയിഡ് ഇല്ല, വെയിറ്റ് മാനേജ്മെന്റ് മാത്രമേ മരുന്ന് കഴിക്കുന്നുള്ളൂ. എന്തിനാ? വെയിറ്റ് മാനേജ്മെന്റ് മാത്രമാണ് അവർ മരുന്ന് കഴിക്കുന്നത്. അല്ല, തൈറോയിഡിന് മരുന്ന് കഴിക്കേണ്ടതല്ല പറഞ്ഞേ. അല്ലല്ല, വെയിറ്റ് കുറയാനായിട്ടുള്ള മരുന്നാണ് കഴിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ പ്രശ്നമില്ല. തൈറോയിഡിന്റെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്ക്? തൈറോയിഡ് ഉണ്ട്. ആ, അപ്പൊ അതിന് മരുന്ന് ഇല്ല, ഇതിന് മരുന്ന് കഴിക്കില്ല. വെയിറ്റ് മാനേജ്മെന്റ് മാത്രം മരുന്ന് കഴിക്കുന്നു. ഇപ്പൊ തൈറോയിഡ് ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായ? ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അത് ഉണ്ടായിരുന്നു 2021 ടെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെയും കൂടി ടെസ്റ്റ് ചെയ്തിട്ടില്ല. അത് ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. T3, T4, TSH ടെസ്റ്റ് ചെയ്യിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നോക്കുക, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്കറിയാം. എന്നിട്ട് പൾസ് സ്ലിമ്മും കൂടി കൊടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. നമുക്ക് ഒരു ഇപ്പം സാർ പറഞ്ഞ പോലെ ഈ ഐപ്പൾസും ഐസ്ലിമും കൊടുക്കുകയാണെങ്കിൽ ഒരു എത്ര മാസം കൊണ്ട് ഒരു റിസൾട്ട് നമുക്കൊരു 10 കിലോ കുറഞ്ഞു കാണും? അങ്ങനെ എന്തെങ്കിലും 10 കിലോ കുറയാൻ ഒരു 2 മാസമൊക്കെ മതിയാവും. മതിയാവും അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. പൾസും സ്ലിമ്മും കൂടി കൊടുക്കുക, ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കുറഞ്ഞു. താങ്ക് യു സാർ. ഓക്കെ, ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടി ചെയ്യാം. അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഐ കോഫിയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. 1 പാക്കറ്റ് കോഫി രാവിലെ വൈകിട്ട് കഴിക്കണമെങ്കിൽ കുറച്ചും കൂടി ബെസ്റ്റ് റിസൾട്ട് കിട്ടും. കൊളസ്ട്രോൾ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഫാറ്റ് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും. 10 കിലോ ഉറപ്പായിട്ട് നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. 10 കിലോ അടിപൊളിയാക്കി എടുക്കാം, സൂപ്പറാക്കി എടുക്കാം. ഓക്കെ സാർ, വളരെ നന്ദി. ശരി, ഓക്കെ. പിന്നെ വേറെന്താ? വേറെ ആർക്കെങ്കിലും സംശയം? പറഞ്ഞോ സാറേ. ഇപ്പം ഈ സന്ധിവേദനകൾക്ക് ഈ ഐപ്പൾസ് നമുക്ക് സജസ്റ്റ് ചെയ്യാമല്ലോ സാറേ? ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. സന്ധിവേദന ചിലർക്ക് ആവുന്നുണ്ട് എങ്കിൽ യൂറിക് ആസിഡ് ഉള്ളവർക്കൊക്കെ നമുക്ക് പൾസ് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഫൈൻ. സാറ് നേരത്തെ പറഞ്ഞതുപോലെ മറ്റേ വെയിറ്റിന്റെ ഒരു 1 സെക്കൻഡ് ഒന്ന് പറയാം. എനിക്ക് മനസ്സിലായില്ല കറക്റ്റ്. 4 കിലോ ഇതാക്കിയിട്ട് 8 കിലോന്റെ കാര്യം പറഞ്ഞില്ല, അതെനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോ വെയിറ്റ് ലോസ് ചെയ്യാന്ന് വിചാരിക്കും. ഇപ്പൊ എനിക്കൊരു 10 കിലോ കുറയാനുണ്ട്. ടോട്ടൽ 10 കിലോ കുറയാനുണ്ടെന്ന് വിചാരിക്കുക. കഴിച്ചു, ഒരു 5 കിലോ കുറച്ചു. 5 കിലോ കുറച്ചു. കഴിയുമ്പോ കസ്റ്റമർ നമ്മളോട് പറയാണ്. അപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അത്. കസ്റ്റമർ നമ്മളോട് പറയാണ്, ഇനിയിപ്പോ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, എന്റെ 5 കിലോ കുറഞ്ഞിട്ടുണ്ട്, ഞാൻ വളരെ ഫ്ലെക്സിബിൾ ആയി എന്ന് പറയുന്ന ഒരു സമയത്ത് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ 10 കിലോ കുറയാനുള്ള സമയത്ത് 5 കിലോ കുറഞ്ഞു നമ്മൾ നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, മീൻസ് അത് കറക്റ്റ് പൊസിഷനിലേക്ക് എത്തിയിട്ടില്ല, അതിന്റെ എൻഡ് പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. 10 കിലോ ആണ് കുറയേണ്ടത്, 5 കിലോയാണ് കുറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആ പൊസിഷനിൽ ഡയറ്റ് മീൻസ് അതായത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നാളത്തെ സ്പീഡ് ഒന്നാമത് നഷ്ടപ്പെടും. രണ്ടാമത് ശരീരം വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ 5 കിലോ കുറച്ചു കൊടുത്ത് 10 കിലോ കൂടും. അത് ചിലപ്പോ 1 വർഷം കൊണ്ടായിരിക്കാം, പക്ഷെ സ്പീഡ് ഭയങ്കരമായിരിക്കും. മനസ്സിലായി? അതായത് ഇപ്പൊ മലഞ്ചെരുവിലേക്ക് ഒരു കല്ലുരുട്ടി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ വിളിച്ചു, നമ്മളിപ്പോ അയ്യോ എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ കല്ലുരുണ്ട് പോകും. പിന്നെ നമ്മള് അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതായത് ആ പൊസിഷനിൽ കൊണ്ടുപോയി വെച്ച് അതിനെ ബാക്കപ്പ് ചെയ്ത് നിർത്തിയില്ലെങ്കിൽ ഈ സാധനം, അതേത് സാധനമാണെങ്കിലും അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു വിടും. പിടികിട്ടിയ ഒരു ഫ്ലോ കിട്ടുന്നതാണ് 5 കിലോ. ആ ഫ്ലോ എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി പിടിപ്പിക്കണം, അയാളുടെ യഥാർത്ഥ വെയിറ്റ് പോയി അടിച്ച് ഉറപ്പിക്കണം. അത് അല്ലാതെ അതിനെ ഇടയിൽ വെച്ചിട്ട് സ്കിപ്പ് ചെയ്താൽ ഈ സാധനം കൂടുന്നു പറഞ്ഞല്ല അവരെ പേടിപ്പിക്കണ്ടേ, ഈ കാര്യം പറഞ്ഞു കൊടുക്കാം. അവർക്ക് അതിനൊരു എക്സാമ്പിളും പറഞ്ഞു കൊടുത്താൽ അവർക്ക് കാര്യം മനസ്സിലാവുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത്, എല്ലാവർക്കും ഉണ്ടാവുക ഒരു മടി, 3-4 കിലോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ പതുക്കെ ഒന്ന് ചവിട്ടാന്ന് നമുക്കൊന്ന് തോന്നും. അപ്പൊ അത് പിന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ ആയിട്ട് കിട്ടില്ല. കാരണം എന്താ, പിന്നെ കുറയ്ക്കാനുള്ളത് ആദ്യം 10 കിലോ ഉണ്ടായുള്ളൂ, പിന്നെ 15 കിലോ ഉണ്ടേ. അപ്പൊ അവര് പിന്നെ കുറയ്ക്കേണ്ടത് 15 കിലോ ആണ്. അത് അവര് പോലും അറിയില്ല കൂടിപ്പോയത്. നേരത്തെ പകുതി കുറച്ച് വെച്ചത് കൊണ്ട് മാത്രം ഹൈ സ്പീഡിന് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങി, റൈറ്റ്? 5 കിലോണ് പിന്നെ കുറയാണ്ടായിരുന്നുള്ളൂ, പക്ഷെ അവരത് പിടിവിട്ടത് 5 കിലോണ് പിന്നെ കുറയാനുള്ളത്. മുമ്പത്തെ
ഇതും കൂടി നോക്കുമ്പോൾ 20 കിലോ ടോട്ടൽ കുറയ്ക്കേണ്ടതായിട്ട് വരും. പോയല്ലോ. അപ്പൊ ആ എഫേർട്ട് കൂടി ചേർക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും. അപ്പൊ അവരെന്തിനാ കുറ്റം പറയും? അവര് കുറ്റം പറയുന്നത് പ്രൊഡക്റ്റിനെ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കും കുറ്റം പറയാം. അവരാണ്, അവരുടെ മിസ്റ്റേക്ക് ആണ്. അപ്പൊ നമ്മളതൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ മാധ്യമം തുടങ്ങിക്കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു ചെറിയൊരു മോട്ടിവേഷൻ കൂടി നിങ്ങൾ കൊടുത്തോളണം. ഓക്കെ, ഫൈൻ സർ. താങ്ക് യു. അത് മാത്രമല്ല സാറേ, നമുക്കൊരു ടീച്ചറിനാണെന്നുണ്ട് എങ്കിൽ ഇതേപോലെ പ്രൊഫഷണൽ ടീച്ചറാണ്, അവർക്കാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ യൂറിക് ആസിഡ് പ്രശ്നമായിട്ട് ഏതാണ്ട് 2 ആഴ്ചയോളം ലീവിലായിരുന്നു. ഇപ്പോഴാണ് ലീവ് കഴിഞ്ഞിട്ട് വന്നത്. സോ അതിന്റെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതിനെക്കുറിച്ച്. അതിനെത്ര കഴിക്കണം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അതുകൊണ്ട് സാർ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ വലിയ ഹെൽപ്ഫുൾ. യൂറിക് ആസിഡ് മാത്രമേ ഉള്ളൂ? യൂറിക് ആസിഡും പിന്നെ പലതരത്തിലുള്ള ശരീരവേദനകളും അല്ലാതെ തന്നെ ചെവിയിൽ നിന്നും എന്താണ് പഴുപ്പ് പോലെ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. തടിയുള്ള കൂട്ടത്തിലാണോ? തടി ഓവർ തടിയില്ല ആ മാഡത്തിന്, ചെറിയൊരു ഓവർ തടിയില്ല. പൾസ് ഉപയോഗിപ്പിക്കുക, 2 നേരം പൾസ് ഉപയോഗിപ്പിക്കുക. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഡൈജസ്റ്റീവ് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിക്കുക. ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഡയറ്റിന്റെ കൂടെ വൈകിട്ട് ഐസിലിമം കൂടി ഉപയോഗിക്കാം. വെയിറ്റ് കുറഞ്ഞു പോവില്ല, ബാലൻസ് ആയിട്ട് നിന്നോളൂ. വാദത്തിന്റെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു. ശരിയായിക്കോളൂ, ഒന്നും പ്രശ്നമില്ല. എത്ര കഴിക്കണം സാർ? ഇത് എത്ര ബോട്ടിൽ കഴിക്കേണ്ടി വരും? എന്തായാലും 6 മാസം വേണ്ടി വരും. ഓക്കെ, 3 മുതൽ. കാര്യം എന്ന് വെച്ചാല് 3 മാസം കൊണ്ടാണ് ബോഡി നമുക്ക് ആ ഒരു ക്ലീനിങ് പ്രോസസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഒരു 3 മാസം സ്റ്റേബിൾ ആവാനും നമ്മൾ ചെയ്യണം. അപ്പൊ 3 to 6 months ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയി. പിന്നെ നമ്മളൊരു കുറെ നാളത്തേക്ക് നമ്മുടെ ബോഡിക്ക് ഒരു അനക്കം വലിയ രീതിയിൽ തട്ടൂല. അങ്ങനെയാണ് അതിന്റെ ഒരു. ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, ഡോക്ടറെ കണ്ടിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. ടാബ്ലറ്റ് നിർത്തിക്കരുത്. ടാബ്ലറ്റ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മള് ടാബ്ലറ്റ് നിർത്താൻ നമ്മുടെ ഡോക്ടർമാരല്ലോ, നമ്മള് തന്നെ കഴിപ്പിക്കുക. രോഗം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്ത് തന്നെ ടാബ്ലറ്റ്സിൽ കുറച്ചു. ഞാൻ പറഞ്ഞു, ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഡോക്ടറുടെ പ്രിഫറൻസിനനുസരിച്ച് മാത്രം നിങ്ങൾ മൂവ് ചെയ്താൽ മതി. അതിന്റെ കൂടെ ഇതും കൂടി എടുക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ അടുത്ത്. അന്നേരം പറഞ്ഞു ഓക്കെ അങ്ങനെ ചെയ്യാം, ഇതിന്റെ ബാക്കിയുള്ള മൂവ്മെന്റും കൂടി ഇതിന്റെ കൺസേൺഡ് ആയിട്ടുള്ള ആരുടെത്താന്ന് വെച്ചാൽ ചോദിച്ചിട്ടൊന്ന് പറഞ്ഞു തരാനായിട്ട് അവര് പറഞ്ഞിട്ടുണ്ട്. മാഡത്തിന് നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ബൈ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.